ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതായത് അത്ര വലിയ സ്പെഷ്യൽ മീൻകറി ഒന്നുമല്ല. ഒരുപാട് മീൻകറി ഇഷ്ടപ്പെടുന്നവർക്ക്, അതേപോലെ അറിയാത്തവർക്ക്, മീൻകറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഐറ്റം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു മീൻകറി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 ചെറുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 തക്കാളി എടുക്കുക. പിന്നെ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചങ്ങെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടുത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഗോൾഡ് വിന്നറോ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി, മുളക് പൊടിയുടെ ആ ഫ്ലേവറൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആവേണ്ട, കുറച്ചൊരു ചെറിയൊരു ചാറ് വേണമല്ലോ മീൻ കറി ആകുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി ആ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മുളക് പൊടിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാനിവിടെ നമ്മുടെ ചാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. ചാറ് എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. നമ്മൾ ഈ ചാറിനകത്ത്, ഈ മസാലയ്ക്കകത്ത് കിടന്നങ്ങ് വെന്ത് വരണം നമ്മുടെ മീൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചാറാക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് മീഡിയം ചാറ്, ആവശ്യത്തിന് ചാറ് ആക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. നമ്മൾ ഈ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 4-5 കഷ്ണം വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കറിക്കകത്തുള്ള വാളംപുളി ചേർത്ത് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. കറി ചാർന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ് കേട്ടോ. നല്ല മീൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വെച്ച മത്തി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
മത്തി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇളക്കേണ്ട കാര്യമില്ല, ഒന്ന് മുക്കി കൊടുത്താൽ മതി. മത്തി ഒന്ന് ചാറിനകത്തൊന്ന് മുങ്ങി കിടക്കുന്ന പോലെ. അത്ര ചാറ് ചേർക്കാൻ പാടില്ല, ഒരുപാട് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല തിള വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കറക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഒരുപാട് ചാറ് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുക്കി നിന്നാൽ മതി, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ചാറ് ആവശ്യമുള്ളവർക്ക് ചാറ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മത്തിയൊക്കെ ചാറിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മത്തിക്കറി. അപ്പോൾ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മത്തിക്കറി, അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയപ്പോൾ, കഴിച്ച് നോക്കിയപ്പോൾ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.